ഉണ്ടാക്കിയിട്ടുണ്ട്. ഞങ്ങള് ആ കൈലാസനാഥിന്റെ ഉത്തരവും തിട്ടൂരവും അനുസരിക്കാൻ ജില്ലയിലെ KSU തയ്യാറല്ലാത്തത് കൊണ്ട് DD ഓഫീസിലേക്ക് ഒരു വിഷയം സംസാരിക്കാൻ KSUവിന്റെ ഭാരവാഹികളോടൊപ്പം ഞാൻ കടന്നു ചെല്ലുകയാണ്. ഞങ്ങളിവിടെ സംസാരിക്കുന്നു. ഒരു പോലീസ് സംഘം ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഓഫീസ് മുറിയിലേക്ക് കടന്നു വന്ന് ഞങ്ങളെ പിടിച്ച് പുറത്തേക്ക് എറിയുന്നു, സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നു. കൈലാസന്റെ സഹായത്തോടുകൂടി അന്ന് കോഴിക്കോട് AC ആയിരുന്ന ബിജുരാജിന്റെ നേതൃത്വത്തിൽ കോഴിക്കോട് കസബ സ്റ്റേഷനിൽ വെച്ച് എന്നെയും എന്റെ സഹപ്രവർത്തകയും അതിദാരുണമായാണ് മർദ്ദിച്ചത്. ഞങ്ങള് കോഴിക്കോട് നടക്കാവ് IG ഓഫീസിന് മുന്നിൽ ഉത്തരവാദിത്തപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ വളരെ ഉത്തരവാദിത്തത്തോടുകൂടി പറയുകയാണ്, നിങ്ങളുടെ കൈച്ചാടിയിലെ CI കൈലാസനാഥനെയോ ബിജുരാജിനെയോ ഇനി ഏതെങ്കിലും ഒരു സമരമുഖത്തേക്ക് കടന്നു വന്നാൽ പ്രതിരോധിക്കാൻ നേരിടാൻ KSUവിന്റെ സമരങ്ങളെ തടഞ്ഞു നിർത്താൻ കടന്നു വന്നാൽ കൈലാസനാഥന്റെയും ബിജുരാജിന്റെയും തലയടിച്ചു പൊട്ടിക്കാൻ ജില്ലയിലെ യൂത്ത് കോൺഗ്രസും KSUവും തയ്യാറാവും. ഒരു സംശയവും വേണ്ട. CPM-ന് വേണ്ടി, ഈ സർക്കാരിന് വേണ്ടി എല്ലാ വൃത്തികേടും ചെയ്യുന്ന, എല്ലാ തെമ്മാടിത്തവരും ചെയ്യുന്ന, കൈക്കൂലി വാങ്ങുന്ന പോലീസ് ഉദ്യോഗസ്ഥരാണ് കുറ്റ്യാടിയിലെ ഇന്നത്തെ CI കൈലാസനാഥനും ബിജുരാജും. എന്ത് വൃത്തികേട് ചെയ്താലും ഏവരുടെയും സംരക്ഷണം എല്ലാ കാലത്തും കിട്ടുമെന്ന് ഈ പോലീസ് ഉദ്യോഗസ്ഥർക്ക് ധാരണയുണ്ടെങ്കിൽ ആ ധാരണകളെ പൊളിച്ചെഴുതിക്കൊണ്ട് ഉജ്ജ്വലമായ പോരാട്ടത്തിന് ഈ ജില്ലയിലെ കോൺഗ്രസ് പ്രസ്ഥാനം നേതൃത്വം നൽകും. ഈ ജില്ലയിലെ KSUവിന്റെ യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകരെ മർദ്ദിച്ച പോലീസ് ഉദ്യോഗസ്ഥരെ നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സമാനതകളില്ലാത്ത സമരത്തിന് ഈ 14 ജില്ലകളിൽ ആദ്യമായി നേതൃത്വം കൊടുക്കുന്ന, ജില്ലയിലെ ഏത് പ്രവർത്തകന്റെയും ഏതാവശ്യത്തിനും പ്രതിസന്ധികളിലും കൂടെ നിൽക്കുന്ന ജില്ലയിലെ കോൺഗ്രസ് പ്രവർത്തകർക്ക് അഭിമാനമായ അധ്യക്ഷൻ, ജില്ലയിലെ KSU പ്രവർത്തകരെ എല്ലാ സമയത്തും എക്കാലവും ചേർത്ത് പിടിക്കുന്ന അഡ്വക്കേറ്റ് പ്രവീൺ കുമാറിനെ ജില്ലയിലെ കേരള വിദ്യാർത്ഥി യൂണിയന്റെ എല്ലാ പ്രവർത്തകർക്കും വേണ്ടി ഹൃദയത്തോട് ചേർത്ത് അഭിവാദ്യം ചെയ്യുന്നു. ഈ ഉപവാസ സമരത്തിന് എല്ലാവിധ അഭിവാദ്യങ്ങളും. ജയ് KSU. മത്സ്യത്തൊഴിലാളി കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ